തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങുകളെ ഇതുവരെ തിരിച്ചെത്തിക്കാനായിട്ടില്ല. പുറത്തിറങ്ങിയ 3 കുരങ്ങുകളും കൂട്ടിൽ കയറാത്തതോടെ ജീവനക്കാർ വലിഞ്ഞിരിക്കുകയാണ്. ഇന്ന് മൃഗശാലയിൽ സന്ദർശകർക്ക് പ്രവേശനമില്ല. ഉച്ചയോടെ കുരങ്ങുകൾ കൂട്ടിൽ കയറുമെന്ന പ്രതീക്ഷയിലാണ് മൃഗശാല അധികൃതർ ഉള്ളത്. അതെങ്ങനെയാ ഉച്ചയോടെ തന്നെ കുരങ്ങുകൾ കൂട്ടിൽ കയറുക? എന്തെങ്കിലും കണക്കായിരിക്കും. വിവരങ്ങളുമായി അഞ്ജന അനിൽകുമാർ, അഞ്ജനയോട് തന്നെ ചോദിക്കാം. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് തന്നെയാണ് ചേരുന്നത്. അഞ്ജന, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആര്യ. ബിനിൽ ചോദിച്ചത് കേട്ടു. ഉച്ചയോടുകൂടിയെങ്കിലും ഹനുമാൻ കുരങ്ങുകൾ കയറുമെന്നാണ് ഇവിടുത്തെ അധികൃതർ അവരുടെ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നതാണ്. എന്തായാലും രാവിലെ തന്നെ ഏകദേശം ഒരു 6:30 തന്നെ കുരങ്ങുകളെ കൂട്ടിൽ കയറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയും ഒരുപാട് നീണ്ടു നിന്നിരുന്നു. എന്നിട്ടും കുരങ്ങുകൾ കൂട്ടിൽ കയറാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു. മനുഷ്യ സാന്നിധ്യമാണ് ഈ കുരങ്ങുകളെ സംബന്ധിച്ചിടത്തോളം താഴേക്ക് ഇറങ്ങി വരാനുള്ള ഒരു തടസ്സം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മൃഗശാല പ്രവർത്തിക്കുന്ന ദിവസമായിട്ടും ഇന്ന് അവധി നൽകിയിരിക്കുകയാണ്. മനുഷ്യ സാന്നിധ്യം ഉണ്ടായാൽ ഈ കുരങ്ങുകൾ താഴേക്ക് ഇറങ്ങി വരാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അത് ഒഴിവാക്കാൻ വേണ്ടി ഇന്ന് മൃഗശാലയ്ക്ക് അവധി നൽകിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി എങ്ങനെയെങ്കിലും ഹനുമാൻ കുരങ്ങുകളെ എത്തിക്കാൻ കഴിയുമെന്നാണ് ഈ അധികൃതർ അവരുടെ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. ഇന്നലെ ഏകദേശം ഒരു 8 മണിയോടുകൂടി ഈ ഹനുമാൻ കുരങ്ങുകൾ കൂട്ടിലില്ല എന്നും ജീവനക്കാർ തിരിച്ചറിയുകയായിരുന്നു. അപ്പം മുതൽ തന്നെ ഊർജിതമായ ശ്രമങ്ങൾ ഇവയെ കൂട്ടിൽ കയറ്റാനായി തുടങ്ങിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഫലം കണ്ടില്ല. പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ചും മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചും എല്ലാം തന്നെ ഈ കുരങ്ങുകളെ കൂട്ടിലെത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടായില്ല. 3 പെൺകുരങ്ങുകളാണ് ചാടിപ്പോയത്. അതിൽ ഇപ്പോൾ കൂട്ടിൽ അവശേഷിക്കുന്നത് ഒരു ആൺകുരങ്ങ് മാത്രമാണ്. ഈ 3 പെൺകുരങ്ങിൽ ഒരു പെൺകുരങ്ങ് പണ്ട് ഏകദേശം 1.5 വർഷം മുമ്പ് ഇവിടുന്ന് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങ് തന്നെയാണ്. അന്ന് അത് ഈ മൃഗശാലയുടെ വളപ്പിൽ നിന്നുമൊക്കെ പോയി ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ലാസ്റ്റ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് പിടികൂടുന്നൊരു സാഹചര്യമായിരുന്നു. എന്നാൽ അങ്ങനെയൊരു കാര്യത്തിലേക്ക് ഒന്നും തന്നെ ഇപ്പോൾ പോയിട്ടില്ല. ഈ മൃഗശാലയുടെ വിളപ്പിൽ തന്നെയാണ് ഈ 3 കുരങ്ങുകളും ഉള്ളത്. ഇവിടുത്തെ മരങ്ങളുടെ ചില്ലകളിൽ തന്നെയുണ്ട്. ജീവനക്കാർ പഴവർഗ്ഗങ്ങളും മറ്റ് തീറ്റകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ആകർഷിക്കാൻ ശ്രമിക്കും. അതിലൊന്നും വീണു പോകണ്ട എന്ന വിധത്തിലുള്ള ആശയവിനിമയം ഈ കുരങ്ങുകൾ തമ്മിൽ നടക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇവർ ഈ തീറ്റ നൽകിക്കൊണ്ടുള്ള ആകർഷിച്ചുകൊണ്ട് കൂട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾക്കൊന്നും തന്നെ നിന്നു കൊടുക്കാത്തത്? ഇവർക്ക് തീറ്റ എങ്ങനെ കിട്ടുന്നത് അഞ്ജന? പഴവർഗ്ഗങ്ങളും മറ്റും കാണിച്ച് ഇവരെ ആകർഷിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ അത് ഒന്നും തന്നെ ഹനുമാൻ കുരങ്ങുകൾ വകവയ്ക്കുന്നില്ല. ബിനിൽ സൂചിപ്പിച്ചതുപോലെ ഇവ തമ്മിൽ ഒരു ആശയവിനിമയം നടക്കുന്നുണ്ടാകും. നേരത്തെ അധികൃതർ സൂചിപ്പിച്ചിരുന്നത് ഒരു ആൺകുരങ്ങ് കൂട്ടിലുണ്ട്. അപ്പോൾ അതുമായി ആശയവിനിമയം ഇവർ നടത്തുന്നുണ്ട് എന്നാണ് അവർ മനസ്സിലാക്കുന്നത് എന്നാണ്. എന്തായാലും കൂട്ടിലേക്ക് എങ്ങനെയെങ്കിലും ഇവയെ കയറ്റണം എന്ന് തന്നെയാണ് അധികൃതർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ചാടിപ്പോയ കുരങ്ങ് ചിലപ്പോൾ കൂട്ടുകാരെയും കൂട്ടി ഒന്ന് ഓടിയിറങ്ങിയതായിരിക്കും. എന്തായാലും അത് അധികൃതർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്നെങ്കിലും എങ്ങനെയെങ്കിലും കൂട്ടിലെത്തിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. മഴ പെയ്തിരുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ മരത്തിൻ്റെ ഒരു ചില്ല താന്നിരുന്നു. ഈ ചില്ല വഴിയായിരുന്നു ഈ ഹനുമാൻ കുരങ്ങ് രക്ഷപ്പെട്ടത്. അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അനാസ്ഥയല്ല എന്നാണ് ഇവിടുത്തെ അധികൃതർ നമ്മളോട് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും എങ്ങനെയെങ്കിലും ഇവയെ കൂട്ടിലെത്തിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഉയരം കൂടിയ ചില്ലയിലാണ്. അതുകൊണ്ട് ഇവയെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇറക്കുന്നത് സാധിക്കുന്ന കാര്യമല്ല. ഉറപ്പായും അവരെ പ്രകോപിപ്പിച്ച് താഴെ ഇറക്കാൻ സാധിക്കില്ല. മാത്രമല്ല വേറെ ഏതെങ്കിലും വിധത്തിൽ അവരെ പിടികൂടാനും സാധിക്കില്ല. അത് ഉൾപ്പെടെ അവരുടെ ജീവഹാനിയിലേക്ക് വരുത്തി മൃഗശാലയ്ക്ക് എന്തായാലും അവധി എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. എന്തായാലും മൃഗശാലയ്ക്ക് അവധിയാണ്. അവധി നൽകുന്നത് തന്നെ ആളുകൾ കൂടുതൽ ഉണ്ടെങ്കിൽ അവർ വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ